നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്ക് മുൻപ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. അടൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കണ്ടെത്താനായില്ല. പത്തനംതിട്ട എയർ ക്യാമ്പിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും രാഹുലിന്റെ നിസ്സഹരണം അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയും ഒപ്പം റിനു ശ്രീധരും ചേരുന്നുണ്ട്. ആദ്യം അശ്വിനിലേക്കാണ്. അശ്വിൻ, എപ്പോഴായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുക? വിവരങ്ങൾ. ഉന്മേഷം 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഇതിൽ ഇന്നലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ മാത്രമാണ് രാഹുൽ SIT സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നത്. മറ്റ് സമയം പൂർണ്ണമായും ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് രാഹുലിനെ ഉപയോഗിച്ചത്. പക്ഷേ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലും കാര്യമായി ഒന്നും വിട്ടുപറയാനോ SIT സംഘം തയ്യാറാക്കിയ ചോദ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാനോ രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ മുന്നോട്ടുപോക്ക് നിലവിൽ ഈ കേസുമായി അത്ര അനുകൂലമായല്ല മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും രാഹുൽ മറച്ചുവെക്കുകയാണ്. ഈ ഫോണിന്റെ പാസ്വേഡ് പോലും ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. അതിനെയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച് അതിനുള്ളിലെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് SIT സംഘത്തിന് മുന്നിലുള്ള ഏക വഴി. ഇന്നിപ്പോൾ 2 മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കും. തിരുവല്ല കോടതിയാണ് കസ്റ്റഡിയിലേക്ക് വിട്ടതെങ്കിൽ പോലും ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധിയായതിനാൽ കോടതി അവധിയാണ്. അന്ന് കസ്റ്റഡിയിൽ വിട്ട ജഡ്ജിയും ഇന്ന് അവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കുക. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോവുക. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആദ്യം ജാമ്യാപേക്ഷ എതിർത്ത് അന്വേഷണ സംഘം നൽകിയ കാര്യങ്ങളടക്കം നിലവിൽ കോടതിയുടെ ശ്രദ്ധയിലുണ്ട്. എന്തായാലും ഇനി ഒരു തെളിവെടുപ്പ് എന്നുള്ളത് തൽക്കാലം വേണ്ട. രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയുള്ള തെളിവെടുപ്പ് വേണ്ട എന്നുള്ളതാണ് SITയുടെ തീരുമാനം. പക്ഷേ അക്കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നീട്ടാനുള്ള കാര്യം കൂടി മുന്നോട്ട് പോകുക. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരും, കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും ഒപ്പം അശ്വിൻ പാലാഴിയും ചേരും. റിനു ശ്രീധറിലേക്കാണ് ആദ്യം. റിനു, ഗുഡ് മോർണിംഗ്. റിനു, എന്തൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? റിനു. ഗുഡ് മോർണിംഗ് ഉന്മേഷ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് വാമനപുരത്തിന്റെ MLA DK മുരളി സ്പീക്കർക്ക് പരാതി നൽകിയത്. ഈ ഇദ്ദേഹത്തിന്റെ യോഗ്യത കളയണം അല്ലെങ്കിൽ എടുത്തു മാറ്റണം, MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ഒരു പരാതി. സ്പീക്കർ പരാതി സ്വീകരിക്കുകയും അത് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിയമോപദേശം നേരത്തെ തന്നെ തേടിയിരുന്നു. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുമെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് സംസ്ഥാനത്ത് CPM വീടുകൾ കയറി സന്ദർശനം നടത്തുന്ന പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കമിടുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു തിരിച്ചടി, ആ തിരിച്ചടിക്ക് ശേഷം തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ വീഴ്ചകൾ മനസ്സിലാക്കി ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് ഉള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. MP ഗോവിന്ദനും അതുപോലെ തന്നെ MA ബേബി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വീടുകളിലെത്തും. ഒപ്പം പാർട്ടി പ്രവർത്തകരും വീടുകളിലെത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ ജനങ്ങളുമായി സംവദിക്കും. ഇതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമായി കാണുന്നത്. എന്തായാലും ഇന്നത്തെ ദിനവും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിനമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഉന്മേഷ്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ ജില്ലകൾ തമ്മിലാണ് മത്സരം. ഭരതനാട്യം, ഒപ്പന, മിമിക്രി, നാടോടി നൃത്തം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും. ഇന്നലെ ചില മത്സരങ്ങൾ ഏറെ വൈകിയും തുടർന്നിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദിയിലെത്തുന്ന ദിവസം കൂടിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിൽ നാടകമാണ്. നാടകം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റേത് ഇന്ന് കർണികാരം സ്റ്റേജിൽ ഇന്ന് അരങ്ങിലേക്ക് എത്തുകയാണ്. ഏറ്റവും പ്രതീക്ഷയോടുകൂടിയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു നിലവാരം, അത് എങ്ങനെയായിരിക്കും കുട്ടികൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നാടകം ഏറ്റവും കൂടുതൽ കാണികൾ ആസ്വദിക്കാൻ എത്തുന്ന ഒരു ഇനം കൂടിയാണ്. അപ്പോൾ ഇന്ന് നാടകം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്നുള്ളത് 25 വേദികളിലായി ഇന്ന് ഭരതനാട്യമുണ്ട്, മംഗലം കളിയുണ്ട്, തിരുവാതിരക്കളി, ഒപ്പന തുടങ്ങി
തുടങ്ങിയിട്ടുള്ള ഒരു കളർ ഐറ്റം എല്ലാം തന്നെ അത്തരം ഇനങ്ങളെല്ലാം തന്നെ ഇന്ന് സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിലെത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇന്നലെയൊക്കെ ഈ ഒന്നാമത്തെ വേദി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം ഇന്നലത്തെ മോഹിനിയാട്ടമൊക്കെ കാണാൻ അത്രത്തോളം ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. എല്ലാ വേദികളിലും സാമാന്യം നല്ല രീതിയിലുള്ള തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ചൊരു മത്സരം കൂടി ആദ്യത്തെ ദിവസം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ എന്നിവരാണ് ഇപ്പോൾ 100 പോയിന്റിന്റെ അപ്പുറം എത്തി നിൽക്കുന്നത്. മൂന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്കാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ഈ പ്രധാന ഐറ്റം കൂടി കഴിയുന്നതോടുകൂടി ആ മത്സരം മുറുകും എന്നുള്ള കാര്യം തെല്ലും സംശയമില്ലാത്തതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇന്നലത്തെ പല മത്സരങ്ങളും ഏറെ വൈകിയിരുന്നു. ഉദ്ഘാടന ചടങ്ങ് സാമാന്യം വൈകിയത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മംഗലംകളി ഉൾപ്പെടെയുള്ളവ 10 മണിക്ക് ശേഷവും രാത്രി 10 മണിക്കും അവസാനിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു സമയക്രമം ഏറെക്കുറെ പാലിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 9 മണിയോടുകൂടി ആദ്യത്തെ മത്സരം ഭരതനാട്യം ഒന്നാമത്തെ വേദിയിലേക്ക് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ 64 വർഷത്തെ നാൾവഴികൾ പറയുന്ന ചരിത്രമരം 24 അടി ഉയരവും 10 അടി വീതിയുമുള്ള കൂറ്റൻ ഫ്രെയിമിൽ ഒരുക്കിയ ഈ മരം ഇന്ന് തൃശൂരിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ഹരീഷ്മ വടക്കിനകത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1957 മുതൽ 2025 വരെയുള്ള കലോത്സവത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്ന ഒരു മരം. അതാണ് നമുക്ക് പുറകിലുള്ള ഈ ചരിത്രമരം. ഇത് സ്വർണ്ണക്കപ്പ് പര്യടന സമയത്ത് ചേലക്കര മണ്ഡലം ഒരുക്കിയ ഈ ചരിത്രമരം ഈ കലോത്സവ വേദിയിൽ ഒരു ആകർഷണമായിരുന്നു. ഇതിന്റെ പുറകിലെ ആശയവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ കൂടെ അതിന്റെ സംഘാടകരുണ്ട്. ചെറുതുരുത്തി പള്ളം സ്വദേശിയായ സുമേഷാണ് ഇതിന്റെ ആർട്ടിസ്റ്റ്, അവരും സംഘമാണ്. അപ്പോൾ നമുക്കിതിന്റെ ആശയത്തെക്കുറിച്ച് ചോദിക്കാം. നമ്മുടെ കൂടെ ഇപ്പോൾ DDയും ബാലകൃഷ്ണൻ സാറുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിക്കാം. നമസ്കാരം. എന്തായാലും 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൻ്റെ മണ്ണിലൊരു വിസ്മയം തീർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് കലോത്സവം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ജില്ലകളിലും അതിൻ്റെ സ്വർണ്ണ കപ്പ് ഘോഷയാത്ര പര്യടനം ആരംഭിച്ചു. തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം ആരംഭിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പര്യടനം എന്ന് പറയുന്നത് ചേലക്കരയിലായിരുന്നു. സംസ്ഥാന കലോത്സവ ഘോഷയാത്ര തൃശ്ശൂരിൽ നടക്കുന്നതിന് തുല്യമായ രീതിയിലാണ് ചേലക്കരയിൽ അത് ആഘോഷിച്ചത് എന്നുള്ളത് അവിടുത്തെ MLA ആയിട്ടുള്ള പ്രദീപ് സാർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ മരം നമുക്ക് നോക്കിയാൽ അറിയാം, 10 ജില്ലകളാണ് ഇതുവരെ സ്വർണ്ണക്കപ്പ് നേടിയിട്ടുള്ളൂ. അതിൽ കോഴിക്കോടും അതിനോടൊപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും ഒക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇത് 10ാം തവണയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മാഭിമാനത്തിന്റെ ഒരു സന്തോഷം കൂടിയാണ്. സ്വർണ്ണക്കപ്പിന് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം ചേലക്കര മണ്ഡലത്തിൽ ഒരുക്കണമെന്ന് സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് സംഘാടക സമിതി തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ ഒരു മരത്തിൻ്റെ ആശയം നമുക്കന്ന് അവിടെ വന്നത്. അതിൻ്റെ പിന്നിൽ ദേശമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവപ്രസാദ് മാഷാണ്. ഇത് വളരെ ഷോർട്ട് ടൈമിൽ പെട്ടെന്നുള്ളൊരു ഇങ്ങനെ ശിവപ്രസാദ് മാഷ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കായിട്ടാണ് തോന്നിയത് ഇങ്ങനെ ഒരു. അപ്പോൾ എത്ര വലിയ ഒരു മരമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ ആ ഡിസ്കഷനിൽ വന്നിരുന്നില്ല. കേരള ആർട്ട് ഫോമുകളായ ഇപ്പോൾ തോൽപ്പാവക്കൂത്ത്, മ്യൂറൽ പെയിൻറ്റിങ്, അത്തരത്തിലുള്ള വിഷ്വൽ ആർട്ട് ഫോമിൻ്റെ പല ആസ്പെക്ട്സുകളും ഇതിലുണ്ടാവണം. അങ്ങനെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചിരുന്നു. ഘോഷയാത്രയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ വേറിട്ട വ്യത്യസ്തമായ എന്തെല്ലാം പരിപാടികൾ ചെയ്യാനാകും എന്ന ആലോചനയിൽ നിന്നാണ് നമുക്ക് ഒരു കലോത്സവ ജേതാക്കളുടെ ചരിത്രം പറയുന്ന ഒരു വൃക്ഷത്തെ സൃഷ്ടിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. 64ാമത് കേരള സ്കൂൾ കലോത്സവ നഗരിയിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് GHSSൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ ആകർഷിച്ച് ഇങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ് ഈ ചരിത്രമരം. ക്യാമറമാൻ മനുവിനൊപ്പം ഹരിഷ്മ, 24. പകൽ മുഴുവൻ കത്തുന്ന വെയിൽ, എങ്കിലും കാണികൾക്ക് കുറവില്ല. മത്സരങ്ങൾ കാണാൻ രാത്രി വൈകിയും കാണികൾ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആ കാഴ്ചകളിലേക്കാണ് ഇനി. കലകളെ ഹൃദയത്തോട് ചേർക്കുന്ന തൃശ്ശൂരിന് കലോത്സവവും പൂരക്കാലം. ഉച്ചവെയിൽ വകവയ്ക്കാതെ മത്സരങ്ങൾ കാണാൻ നിരവധി പേരെത്തി. സംഘനൃത്തവും ഒപ്പനയും ദഫുമുട്ടും മിമിക്രിയും എന്നുവേണ്ട മത്സര ഇനങ്ങളെല്ലാം കാണാൻ കാണികൾ ഒഴുകിയെത്തി. തൃശ്ശൂർക്കാർക്കൊരു പൂരം വീണ്ടും വന്നു. ഏപ്രിൽ മാസമാണ് പൂരം വരിക.
അതിനേക്കാളേറെ ഒരു വലിയൊരു കലാപൂരം തന്നെയാണ്. ഞങ്ങൾക്കിവിടെ അടുത്തായത് കാരണം രാവും പകലും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ഇരുന്നാലും എത്ര സമയം വേണേലും ഇരിക്കാം. വേദികൾ സജീവമായപ്പോൾ തേക്കിൻകാട് മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ഡേ അല്ലേ ഇന്നും ഇങ്ങനെ, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ അറിഞ്ഞു വരും. അറിയാലോ ഓൾറെഡി കേരളോത്സവല്ലേ. എല്ലാ സ്റ്റേജിലും നിറയെ ആളാ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ കോട്ടയാണ്, ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റേറ്റ് കലോത്സവം. അടിപൊളിയുണ്ട്. തൃശ്ശൂർക്കാരെല്ലാത്തിനും വളരെ പോസിറ്റീവായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എല്ലാത്തിനും ഉള്ളത്. ഇതിപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റേജിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് ഉറപ്പാണ്. അതാണ് തൃശ്ശൂർ. രാത്രി വൈകിയും മത്സരങ്ങൾ തുടർന്നപ്പോഴും സദസ് നിറയെ കാണികൾ. സംഘനൃത്തം നടക്കുന്ന വേദി ഒന്നിൽ രാത്രി ഒരുപാട് വൈകിട്ടും ഒരുപാട് പേര് കാണികൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. സംഘനൃത്തത്തിൻ്റെ പ്രമേയത്തിനും വളരെ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചയാണ്. തൃശ്ശൂർക്കാരുടെ കലയോടുള്ള ഒരു സ്നേഹം, തൃശ്ശൂർക്കാർ അതിഥികളെ സ്വീകരിക്കുന്ന വിധം, എല്ലാവരും കാണികളും എല്ലാം ഒരുമിച്ചിരുന്ന് ഇപ്പോഴും ക്ഷമയോടെ ഈ കലാപരിപാടികളെല്ലാം, സംഘനൃത്തത്തിൻ്റെ മത്സരങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദി 1 സൂര്യകാന്തിയിൽ നിന്ന് ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം സ്മിത ഹരിദാസ്. അധ്യാപകരായ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അഭിനയ മികവ് തെളിയിച്ച ഒരു പ്രതിഭയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. പേര് സി ആഫിയ ഫാത്തിമ. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ ഹൈസ്കൂളിൽ നിന്നാണ് ആഫിയയുടെ വരവ്. ആഫിയ ഫാത്തിമ വല്ലപ്പുഴ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. അറബിക് കലോത്സവത്തിൽ മോണോ ആക്ടിലാണ് മത്സരം. ഫലസ്തീനിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദൈന്യത പ്രമേയം. മോണോ ആക്ട് പരിശീലിപ്പിച്ചത് ഇതേ സ്കൂളിലെ അധ്യാപകനായ പിതാവ് സി മുഹമ്മദ് ഷെരീഫ്. ഉപ്പയ്ക്ക് അനുസരിച്ച് എൻ്റെ ആ ഒരു ഇതൊക്കെ എക്സ്പ്രഷനും ഒക്കെ അനുസരിച്ചിട്ടാണ് സ്ക്രിപ്റ്റും ഒക്കെ എക്സ്പ്രഷനും അഭിനയമൊക്കെ സെറ്റാക്കി തന്നത്. ജില്ലാ തലത്തിലെ ആദ്യ പ്രകടനത്തിൽ തന്നെ സംസ്ഥാന കലോത്സവത്തിന് മകളെ സജ്ജമാക്കാൻ കഴിഞ്ഞതിന്റെ ആനന്ദം മുഹമ്മദ് ഷെരീഫിന്. ആദ്യത്തെ തവണ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മകള് സ്റ്റേറ്റിലെത്തിയതിൽ വളരെയധികം സന്തോഷം. നമ്മൾ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയതിൽ നമുക്കതിൽ ഇടപെടാനും വളരെ നന്നായി തോന്നി. അറബിക് നാടകത്തിൽ ജില്ലാ തലത്തിൽ മികച്ച നടിയായതും ആഫിയ. പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയായ മാതാവ് സമീന നൽകിയ കരുത്താണ് ആഫിയയിലെ പ്രതിഭയെ പുറത്തെത്തിച്ചത്. അറബി നാടകം ജില്ല വരെ പോയി, പിന്നെ വിദ്യാരംഗം അഭിനയം ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഫസ്റ്റ് ഉണ്ട്, പിന്നെ ജനറൽ മോണാക്ട്, അറബി മോണാക്ട്, അങ്ങനെ അഭിനയം മേഖലയിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. നാടകമൊക്കെ ഞാനാണ് 5-ന്നും 6-ന്നൊക്കെ നാടകം സ്ക്രിപ്റ്റൊക്കെ എഴുതി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായി മികച്ച നടിയായി വന്നിട്ടുണ്ടായിരുന്നു. മോണോ ആക്ട് മത്സരത്തിൽ ആഫിയയ്ക്ക് എ ഗ്രേഡ്. സുഹൃത്തും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ ഹംന നസ്റിന് അറബിക് ഗാനത്തിന് എ ഗ്രേഡ് ലഭിച്ചതിലും ആഫിയയ്ക്ക് സന്തോഷം. ശമർ ചുങ്കിൽ തിരുസൊദ്റതിനാല ചുവടിടുന്തുടനെ സുവർ ചങ്കിൽ കുത്തിയാറുത്തൂടൽ തേറിത്തൂടൻ തലയതിനെ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 തൃശൂർ. എത്തുമ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അവിടെ നിന്നുള്ള വാർത്തകൾ അറിയാം. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ കോഴിക്കോട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും? ഗൂഗിൾ.
ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഈ ദേശീയപാതയുടെ നിർമ്മാണം പല രീതികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാഗികമായി നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലൊക്കെ പലയിടങ്ങളിലും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. തലപ്പാടി ചെർക്കള റീച്ചിലെ ആരിപ്പാടിയിൽ ദേശീയപാത ടോൾ നീക്കത്തിനെതിരെ അവിടെ MLA AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ടോൾ ബൂത്ത് അടിച്ചു തകർക്കുകയും അവിടുത്തെ ക്യാമറകൾ തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരുന്നു ഇത്തരത്തിൽ ഇന്നലെ രാത്രിയും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഏറെ നാളുകളായി അവിടെ നിലനിൽക്കുന്നു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധം തുടരാനുള്ള സാധ്യതയുണ്ട്. അനിശ്ചിതകാല സത്യാഗ്രഹമാണ് AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരം കൂടുതൽ ശക്തമാക്കണമെന്നൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനാൽ ഇന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടത്തിയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിൽ പ്രതിഷേധ സമരം കൂടുതൽ വ്യാപകമാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ കാസർഗോഡ് നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ, അതായത് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കുകയാണ്. അവിടെ രാമനാട്ടുകര റീച്ചിൽ സർവീസ് റോഡ് പൂർത്തിയാക്കിയില്ല എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധ രംഗത്തുണ്ട്. 8 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ ടോൾ പിരിവ് തടയുമെന്നും പ്രതിഷേധം ആരംഭിക്കുമെന്നും കോൺഗ്രസും പറയുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടോൾ പിരിവ് നടത്താനുള്ള നീക്കത്തിനെതിരെയുള്ള സുപ്രധാനമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് 2 ജില്ലയിൽ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡും കോഴിക്കോടും ഇന്ന് ജനകീയ സമരസമിതിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഉന്മേഷ്, ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ മധ്യകേരളത്തിൽ? നിതിൻ. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നു ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നാളെ കോട്ടയത്ത് അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പായി തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്നലെയുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. എന്തായാലും മുന്നണി മാറ്റം വേണമെന്നൊരാവശ്യം ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ LDF-ൽ തുടരണമെന്ന നിലപാടാണ് ചില MLA മാർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതികരണത്തിൽ കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി പോയതും LDF-ൽ തുടരുമെന്ന നിലപാട് പ്രഖ്യാപിച്ചതും. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമെങ്കിലും ഇപ്പോഴുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നണി മാറ്റം വേണമെന്നൊരാവശ്യം ചില നേതാക്കൾ ഉയർത്തുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടാണ്. അതിൽ ഈ MLA-മാരുടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDF-ന് വലിയ മുന്നേറ്റമുണ്ടാകാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ LDF-ൽ തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന നിലപാടാണ് ചില കേരള കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി മാറ്റം വേണം, സമുദായ സമ്മർദ്ദമടക്കം ഉള്ള ശക്തമായ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം വേണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ അന്തരീക്ഷത്തിൽ LDF-ൽ തന്നെ തുടരും എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സസ്പെൻസ് എപ്പോഴും തുടരും. ഇപ്പോൾ ഈ LDF-ൽ തന്നെ തുടരുമെന്ന ഒരു ഉറപ്പ് ഏറെക്കാലം മുന്നോട്ട് പോകുമോ എന്നൊക്കെ തന്നെ ഇനി കണ്ടറിയാം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ച് ഒരു പരസ്യ പ്രതികരണം വേണ്ട എന്നൊരു നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ LDF-ൽ തുടരുമെന്ന പ്രഖ്യാപനം നടത്തുന്ന ഇടയിലാണ് നാളെ ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരാൻ പോകുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കുന്നു. LDF-ൽ തുടരുമെന്ന കാര്യത്തിൽ പ്രഖ്യാപിച്ച പിന്നാലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ കോട്ടയത്തും ചേരാനിരിക്കുന്നത്. ശരി, പുത്തൻ ആശയങ്ങളുടെയും വിനോദത്തിന്റെയും സംഗമവേദിയായ കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന് ഈ മാസം തുടക്കമാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സമ്മിറ്റിന്റെ ഭാഗമാകും. ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ നടത്താനൊരുങ്ങി കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. ഈ മാസം 29 മുതൽ ഫെബ്രുവരി 1 വരെയാണ് സമ്മിറ്റ് നടത്തുക. ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026 വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, ഭക്ഷണം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളാണ് അവതരിപ്പിക്കുക. പാനൽ ചർച്ചകൾ, ശില്പശാലകൾ, മാസ്റ്റർ ക്ലാസുകൾ, സംവാദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, പ്രമുഖ വ്യക്തികളുമായി നേരിട്ടുള്ള സംവാദങ്ങൾ തുടങ്ങിയവ മറ്റൊരാകർഷണമാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ വിദഗ്ധർ വന്ന് സംസാരിക്കുന്നു, കോൺവേഴ്സ് ചെയ്യുന്നു, ഡയലോഗുകൾ, കോൺവെർസേഷൻസ്. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം സമ്മിറ്റിനെ കുറച്ചൊരു ഇൻക്ലൂസീവ് സമ്മിറ്റ് ആക്കാൻ വേണ്ടി, അതായത് ഒരു ഫെസ്റ്റിവൽ ഓഫ് ഇൻക്ലൂഷൻ, ഒരു സമ്മിറ്റ് ഫോർ എവരി വൺ, എവരി വോയിസ്, എവരി ഡ്രീം എന്നൊരു വിശാലാശയത്തിന് പുറത്ത് നമ്മുടെ വൈഡർ സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മൾ സമ്മിറ്റിൽ നമ്മൾ ടോപ്പിക്കിലായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു, ജെൻസി ലാംഗ്വേജിനെ കുറിച്ച്, അവരുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനം എന്ന ആശയത്തിൽ ഊന്നി നടക്കുന്ന ഏറ്റവും വലിയ സമ്മിറ്റാണിത്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത്. ഈ വർഷം 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് പറഞ്ഞു. സമ്മിറ്റിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി വ്യക്തികളെ ആദരിക്കും. 24 കൊച്ചി.
തമിഴ് ജനതയ്ക്ക് ഇന്ന് തൈപ്പൊങ്കൽ. പ്രകൃതിക്കും സൂര്യനും പൊങ്കൽ സമർപ്പിക്കുന്ന ദിനമാണ് ഇന്ന്. രാവിലെ മുതൽ തന്നെ ഓരോ വീടുകളിലും പൊങ്കൽ സമർപ്പണം തുടങ്ങി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമൂഹ പൊങ്കൽ സമർപ്പണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ കാർഷിക സമൃദ്ധിക്ക് പ്രകൃതിക്കും സൂര്യനും നന്ദി പറയുകയാണ് പൊങ്കൽ സമർപ്പണത്തിലൂടെ തമിഴ് ജനത ചെയ്യുന്നത്. തൈമാസത്തിലെ ആദ്യ ദിനമാണ് തൈപ്പൊങ്കൽ. വീടിനു മുൻപിൽ അടുപ്പുകൂട്ടി മൺപാനകളിൽ പൊങ്കൽ തയ്യാറാക്കും. പാലും അരിയും ശർക്കരയും ചേർത്ത് മധുരമുള്ള പൊങ്കലാണ് തയ്യാറാക്കുക. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സമൂഹ പൊങ്കൽ ആഘോഷവും നടക്കും. നാളെയാണ് മാട്ടുപൊങ്കൽ. കർഷകനെ സഹായിക്കുന്ന കാലുകൾക്കുള്ള ആദരം. മറ്റന്നാൾ ബന്ധുജനങ്ങളെ കാണുന്ന കാണും പൊങ്കലോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. പ്രസിദ്ധമായ മധുര ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാവും. അവണിയാപുരത്താണ് ഇന്ന് മത്സരങ്ങൾ ആരംഭിക്കുക. പാലമേട്ടിൽ 16-നാണ് ജല്ലിക്കെട്ട്. 17-ന് അളങ്കനല്ലൂരിൽ നടക്കുന്ന ജല്ലിക്കെട്ട് മത്സരങ്ങൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 24 ചെന്നൈ. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ പ്രാദേശിക അവധിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. തമിഴ്നാടിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവമായ തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് അതിർത്തി പങ്കിടുന്ന കേരളത്തിലും അവധി പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിൽ ഇന്നു മുതൽ 18 വരെ തുടർച്ചയായി 4 ദിവസങ്ങൾ പൊതുവധിയാണ്. തമിഴ്നാടിനൊപ്പം തെലങ്കാനയും പൊങ്കലിന് സമാനമായി നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നൊരു വാർത്ത. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി വിദ്യാർത്ഥിനി മരിച്ചു. തിരൂർ സ്വദേശിനി അയോന സെബാസ്റ്റ്യനാണ് മരിച്ചത്. കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് +2 വിദ്യാർത്ഥിനിയായ അയോന സെബാസ്റ്റ്യൻ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. 3-ാം നിലയിൽ നിന്നാണ് പെൺകുട്ടി താഴേക്ക് ചാടിയത്. രാവിലെ ലാബ് എക്സാം അറ്റൻഡ് ചെയ്യാനായി സ്കൂളിൽ എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടി. ഉടൻ തന്നെ ആ പെൺകുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടെ, ഇന്നലെ പുലർച്ചെയോടെയാണ് കുട്ടി ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ളത്. അപ്പം മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എന്താണ് കാരണം എന്ന് ഇതുവരെയ്ക്കും വ്യക്തമായിട്ടില്ല. +2 വിദ്യാർത്ഥിനിയാണ്. 17 വയസ്സ് മാത്രമാണ് പെൺകുട്ടിയുടെ പ്രായം. എന്തായാലും പോലീസ് ബന്ധുമിത്രാദികളടക്കം ഈ മൊഴി അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് കാരണമെന്ന് വ്യക്തമായില്ലായിരുന്നു. പിന്നെ പൊതുദർശന അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യും. അജീഷ് ജയകുമാർ, കണ്ണൂരിൽ നിന്ന്. ലക്ഷദ്വീപങ്ങളുടെ പ്രഭചൊരിഞ്ഞ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. 56 ദിവസം നീണ്ടുനിന്ന മുറജപത്തിന് സമാപനം കുറിച്ചായിരുന്നു ലക്ഷദ്വീപം കാഴ്ച. അനന്തപുരിയുടെ ദൃശ്യോത്സവം കാണാൻ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ആറു വർഷത്തിനു ശേഷം അനന്തശായിയായ ശ്രീപത്മനാഭസ്വാമിയുടെ സന്നിധിയിൽ ലക്ഷദീപങ്ങൾ. ക്ഷേത്ര നിലവിളക്കിൽ ദീപം തെളിഞ്ഞതിനു പിന്നാലെ ശീവേലിപ്പുരയുടെ ചുമരുകളിലും ശ്രീകോവിലിനുള്ളിലെ മണ്ഡപങ്ങളിലും ദീപങ്ങൾ തെളിയിച്ചു. നവംബർ 20-ന് ആരംഭിച്ച മുറജപ വേദമന്ത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചായിരുന്നു ലക്ഷദീപക്കാഴ്ച. ഇടിഞ്ഞിലുകളിലും നിലവിളക്കുകളിലുമുള്ള ദീപങ്ങൾക്കൊപ്പം വൈദ്യുത ദീപങ്ങളും തെളിഞ്ഞതോടെ ലക്ഷദീപം അനന്തപുരിയുടെ ദൃശ്യോത്സവമായി മാറി.
അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നല്ലപോലെ. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി വന്നാണ്, കുറച്ചുപേരും കൂടി വരാനുണ്ട്. അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അടുത്ത 6 വർഷം കൂടെ കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യമുണ്ട്. സൂപ്പർ. ഇത് ഗംഭീര പരിപാടിയാണ്, അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. 21,000 പേരാണ് പ്രത്യേക പാസ് മുഖേന ക്ഷേത്ര ദർശനം നടത്തിയത്. കനത്ത സുരക്ഷയായിരുന്നു ക്ഷേത്ര പരിസരത്ത്. അടുത്ത ലക്ഷദീപ കാഴ്ചയ്ക്കായി ഇനി 2031 വരെ കാത്തിരിക്കണം. 24 തിരുവനന്തപുരം.